ഗൈസ്, അപ്പം നമുക്കൊന്നൊരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പേതൽമീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ മസാലകൾ എന്തൊക്കെയാണെന്ന് കണ്ടാലോ. കുറച്ച് ചെറുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഫിഷ് മസാല, കുറച്ച് കറിവേപ്പ്. അപ്പോൾ ഇതേ ഒക്കെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം കേട്ടോ. അത് നമ്മൾ ചീരുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ അതേ കറിവേപ്പില, പിന്നെ നമ്മൾ മസാലപ്പൊടികളൊക്കെ നമ്മൾ മിക്സിയിൽ തന്നെയാണ് ഇട്ട് അരച്ചെടുക്കുന്നത് കേട്ടോ. സെപ്പറേറ്റ് ആഡ് ചെയ്യുന്നതല്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അരച്ചെടുക്കണം കേട്ടോ. കാരണം നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വെള്ളം ചേർത്തത്. അപ്പോൾ അതേ ഇതുപോലെ മസാല നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോൾ അതേ നല്ല രീതിയിൽ അരഞ്ഞ് വെച്ചിരിക്കുന്ന മസാലയ്ക്ക് നമ്മുടെ മീൻകുട്ടന്മാരെ ചേർത്ത് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ അതേ നല്ല രീതിയിൽ ഓരോ കഷ്ണങ്ങളായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മസാല കൂട്ടുമ്പോൾ നമ്മൾ കൈകൊണ്ട് തന്നെ കൂട്ടാൻ മാക്സിമം ശ്രമിക്കുക. സ്പൂൺ കൊണ്ടൊക്കെ മസാല കൂട്ടുന്നവരുണ്ട്, എങ്കിലും നമ്മൾ കൈകൊണ്ട് തന്നെ മസാല കൂട്ടുമ്പോഴാണ് മീനിന് എല്ലാ രീതിയിലേക്ക് മസാല നല്ല രീതിക്ക് പിടിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതേ നല്ല രീതിയിൽ നമ്മൾ മസാല കൂട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പ് നമ്മൾ ഇതിൻ്റെ ഇടയിലൊന്ന് നോക്കണം. എങ്ങനെ ഉപ്പ് ആഡ് ചെയ്യാനാണെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ മസാല ഒക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താലോ. അപ്പോൾ ഇതേ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഓയിൽ ഉപയോഗിക്കുന്നവരുണ്ട്, എങ്കിലും ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെ ഫിഷ് ഓരോന്നോരോന്നായി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പേതൽമീൻ അല്ലാതെ ഈ മസാലയിൽ അയിലയും മത്തിയും ഒക്കെ നമുക്ക് ഇതുപോലെ വറുത്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പക്ഷെ ഞാനിവിടെ അരമണിക്കൂറൊന്നും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ല, അതിനുള്ള ടൈമില്ലായിരുന്നു. അപ്പോൾ അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കൂട്ടത്തിൽ 2 കറിവേപ്പിലയും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഒരു സൈഡൊക്കെ നല്ല രീതിയിൽ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മറു സൈഡ് മറിച്ചിട്ട് വേവിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ ഒരു സൈഡ് മറിച്ചിട്ട് വേവിക്കുകയാണ്. കറിവേപ്പ് ചേർത്ത് കൊടുക്കുന്നത് എന്താ വെച്ചാൽ ആ മീനിൽ കറിവേപ്പിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കറിവേപ്പ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് സൈഡിൽ. അപ്പോൾ അതേ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല മണമൊക്കെ വരുന്നുണ്ടേ. അപ്പോൾ നമുക്കത് കഴിച്ച് നോക്കിയാലോ. അപ്പോൾ അതേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല സോഫ്റ്റ് മീനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. ടാറ്റാ.